മെയ് 29 ഞങ്ങളുടെ 4th വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പൊ ഞാൻ പണ്ട് ചെറിയൊരു സർപ്രൈസ് സെറ്റ് ആക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടി ഞാൻ ചാവക്കടക്ക വന്നിട്ടുള്ളത്. അത് ഞാൻ പണ്ടിട്ട് ഡയറക്റ്റ് പോയിട്ട് ഞാൻ ഉദ്ദേശിച്ച സാധനം വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചത്. പക്ഷെ അത് ഫ്ലോപ്പ് ആയി പോയി. ഇപ്പൊ ഞാൻ അതുകൊണ്ട് ഒറ്റയ്ക്ക് വന്നിട്ട് എന്റെ സിസ്റ്റേഴ്സിന്റെ കൂടെ അവരായിട്ട് വന്നിട്ട് സാധനം പർച്ചേസ് ചെയ്തിട്ട് പണ്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നത്. എല്ലാ വർഷവും ഞാൻ അതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. വലിയ എക്സ്പെൻസീവ് ഉള്ള ഗിഫ്റ്റ് ഒന്നും അല്ലെങ്കിലും ചെറുതായിട്ടാണെങ്കിലും ബർത്ത്ഡേ വരുമ്പോഴും ആനിവേഴ്സറി വരുമ്പോഴൊക്കെ ഞാൻ ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മളെ പ്രിയപ്പെട്ടവരെ ഹാപ്പി ആക്കുക, സർപ്രൈസ് കൊടുക്കുക. അവരെ ഹാപ്പി ആക്കാൻ നമ്മളിൽ ഉള്ളൂ. അതുകൊണ്ട് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ സെറ്റ് ചെയ്യാറുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നു. ചിലപ്പോൾ വിചാരിച്ച പോലെ നടക്കില്ല പ്ലാനിങ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഐ വാസ് സോ എക്സൈറ്റഡ് ഗൈസ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര എന്താവും എന്നുള്ള ഒരു ഇതാണ്. എന്ത് സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോഴാണെങ്കിലും ഒരു മാസം മുന്നേ തന്നെ ഞാനിങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് എങ്ങനെയാണ് സർപ്രൈസ് ആക്കാം, ആർക്ക് എന്ത് ഗിഫ്റ്റ് ചെയ്യും എന്ന്. അങ്ങനെ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു സിൽവർ റിംഗും ഷർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാമർ ഗിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. റിംഗ് ചൂസ് ചെയ്യാനുള്ള കാരണം മുന്നേ ഞാനൊരു റിംഗും അതുപോലെ തന്നെ ഒരു ചൈനും ആൾക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നിർഭാഗ്യവശാൽ ആ റിംഗ് ആരുടെ മിസ് ആയി. എന്തായാലും ഇപ്രാവശ്യം ഞാൻ അത് തന്നെ ഗിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. റിംഗ് പർച്ചേസ് ചെയ്യാൻ ഞാൻ നമ്മുടെ ആൾക്കാരൻ ജ്വല്ലറി ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മുൻപ് ഞാൻ ഫാനുവിന് വേണ്ടി പർച്ചേസ് ചെയ്ത 2 പ്രൊഡക്റ്റും ഇവിടെ നിന്നായിരുന്നു. അങ്ങനെ നീണ്ട നേരത്തെ തെരച്ചിലിനൊടുവിൽ ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തു. ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത എഫേർട്ട് അത് വളരെ വലുതാണ്. ക്യാഷോ ട്രാവലിംഗോ ഒന്നും തന്നെ അല്ല. എന്ത് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. കാരണം നമ്മുടെ സർപ്രൈസ് പൊളിയാൻ പാടില്ല. അൽഹംദുലില്ലാ അങ്ങനെ റിംഗ് ഒക്കെ പർച്ചേസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് കൊടുത്ത ആൾ സർപ്രൈസ് ആക്കിയിട്ട് പലരുടെ മുഖത്തെ ഹാപ്പിനെസ് എനിക്ക് കാണണം. അതെന്തായാലും ഒരു വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ ബൈ.